സുമേഷേട്ടൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് കൂന്തൽ മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്ക് നമുക്ക് പച്ചക്കറിയും വറവും മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ രാത്രിത്തേക്ക് കൂന്ത കുറച്ച് ഫ്രൈ ആക്കി എടുക്കാമെന്ന് കരുതിയേ. കൂന്ത ഞാൻ വെട്ടുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫോൺ എടുത്ത് വെച്ച്. അപ്പോൾ അത് കൈയോടെ തന്നെ പകുതി കൂന്തി എടുത്തിട്ടുള്ളേ. അതിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവാന്ന് കരുതി. രാത്രിയല്ലേ, പിന്നെ കൂന്തലിന് കുറച്ച് നല്ല വേവും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് കുക്കറിലിട്ടൊന്ന് വേവിക്കാമെന്ന് കരുതിയേ. ആ സമയം കൊണ്ട് ഞാൻ സവാളയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് ഒന്ന് പറയണേ. കൂന്ത ഫ്രൈ ഞാൻ ഇങ്ങനെയാണേ വെക്കുന്നത്. അപ്പോൾ 2 സവാള ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പില ചപ്പും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ആദ്യം ഒന്ന് തീ ചൂട് വെച്ച് നല്ലപോലെ ഒന്ന് ആക്കിയതിന് ശേഷം പിന്നെ ഞാനത് ചെറിയ തീയിലിട്ടിട്ട് ഉള്ളി നല്ലപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം വാടുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വരിക. ഈ കറി വെക്കുന്ന പോലെയല്ലല്ലോ, ഈ ഫ്രൈ എല്ലാം ചെയ്യുമ്പോൾ ഉള്ളി നല്ലപോലെ വാടണം അല്ലേ. അപ്പോൾ അതിലേക്ക് 2 ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 നല്ല പച്ചമുളക് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ആ ഉള്ളിൻ്റെ കൂടെ തന്നെ ഞാൻ വാട്ടുന്നത് എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലായല്ലേ. കരിവേപ്പില അപ്പാടിടാറില്ലേ. അപ്പോൾ ആ സമയത്ത് ഇത് അച്ഛനാണ് മോളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഹോംവർക്കൊന്നും ഇല്ല, 2-3 ദിവസം മഴയും കാര്യവും ഒക്കെ ആയതുകൊണ്ട് ലീവായിരുന്നല്ലേ. അപ്പം വെറുതെ ഇരുന്ന സമയത്ത് അച്ഛനും മോളും കൂടി പഠിക്കാനിരുന്നതാണ്. ആ സമയത്ത് എൻ്റെ ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വരുന്നുണ്ട്. ഇതാ കുക്കർ വിസിൽ വിളിച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിലെങ്കിലും ഞാൻ അതിനിട്ടിട്ടുണ്ട്. കാരണം നല്ലോണം വേട്ടെന്ന് കരുതിയേ. ആ സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുത്തമ്മിയിലിട്ടിട്ട് കുത്തി ചീച്ചിട്ടാണ് ഇടുന്നത്. അതാകുമ്പോൾ കുറച്ച് നല്ലോണം ചാറിങ് ഇറങ്ങുമല്ലോ. അടിച്ചിടാൻ മിക്സിയിൽ എടുക്കണം, പിന്നെ അതൊക്കെ ഒരു പണിയല്ലേ. അതുകൊണ്ട് ഞാൻ കുത്തമ്മിയിലിട്ട് കൊത്തി ചീച്ചിട്ടാണ് ഇട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുമ്പോഴേക്കും അത് പ്രത്യേക സ്മെല്ലല്ലേ. പിന്നെ ഞാൻ അതിലേക്ക് മസാല ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയേ ഇടുന്നുള്ളൂ. കാരണം ചുവന്ന മുളകിൻ്റെ ആവശ്യമില്ല അല്ലേ ഇതിൽ, ശരിക്കും അത്യാവശ്യം. പിന്നെ കുറച്ച് നല്ല ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ അതെല്ലാം കൂടി ചെറിയ തീയിൽ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ എല്ലാ മസാലയും ചെറുങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് 2 തക്കാളി, അത്യാവശ്യം വണ്ണമുള്ള 2 തക്കാളി എടുത്തിട്ട് വളരെ ചെറുതായിട്ടാണ് തത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇതാ നമ്മളെ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കൂന്ത നല്ലപോലെ വെന്തിട്ടുണ്ട്. ആദ്യം വെറും കഷ്ണങ്ങൾ മാത്രം ഞാനൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. കാരണം കൂന്തൽ വെക്കാൻ തുടങ്ങുമ്പോൾ സുമേഷേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളാക്കരുത് ഡ്രൈ ആയിട്ട് വേണേന്ന്. അപ്പോൾ അതിനിടയിലുള്ള ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഭക്ഷണമൊക്കെ ആയി, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.